ഓക്കെ, ഷോൺ ജോർജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷോൺ ജോർജ്, വെരി ഗുഡ് മോർണിംഗ്. താങ്കൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടേ ഉണ്ടാവുള്ളൂ എന്ന് കരുതുന്നു. കാലാവസ്ഥയൊക്കെ തണുത്തിരിക്കുകയാണല്ലോ. എങ്ങനെയാണ് പൊതുവെ ഇന്നത്തെ ഉപഹർജിയിലെ വാർത്ത വന്നു ഇപ്പോൾ? SNC ലാവലിൻ PWC ഇവയിലൊക്കെ ഇടപാടുകൾ പുറത്തുവെച്ച് നടന്നിട്ടുണ്ടെന്നുള്ളതാണോ ഉപഹർജിയിൽ പറയുന്നത്, ഷോൺ ജോർജ്? ഞാന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വഴിയിൽ വെച്ചിട്ടിട്ട് പോകുന്ന സ്വഭാവം എനിക്കില്ല എന്നൊന്ന് തിരുത്തിക്കോട്ടെ. ഇല്ല, ഞാൻ വഴിയിട്ടിട്ട് പോകുന്നതല്ല. പലപ്പോഴും ആ കാര്യങ്ങൾക്ക് പിന്നെ ഒരു തുടർച്ച ഉണ്ടാവുന്നില്ല എന്നുള്ളത് CPM-ന്റെ ഒരു ആരോപണമാണ്. മാത്രമല്ല, കോടതിയിൽ ആ കേസ് വരുന്ന ഘട്ടത്തിലും തുടർന്ന് അങ്ങോട്ടൊരു അന്വേഷണവും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ SFIയുടെ അന്വേഷണം ഒരു ഘട്ടം എത്തി, വേറൊരു വഴിക്ക് പോയി. അതിൽ നമ്മൾ പ്രതീക്ഷിച്ചത് പോലെയൊന്നും സംഭവിക്കുന്നില്ല. അന്വേഷണം തുടരുന്നു. അപ്പോഴാണ് താങ്കൾ ഉപഹർജിയുമായി എത്തുന്നത്. അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. തീർച്ചയായും താങ്കൾ അതിന് പിന്നാലെ തന്നെ ഉണ്ടാവുമെന്നത് ഉറപ്പാണ്. അതെ, ആദ്യമേ തന്നെ പറയട്ടെ, SFIയുടെ അന്വേഷണത്തിന്റെ കാലാവധി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ അവർക്ക് കൊടുത്തേക്കുന്ന കാലാവധിയുടെ പകുതി പോലും ആയിട്ടില്ല. അന്വേഷണത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള പകുതിയുടെ കാലാവധി പോലും ആയിട്ടില്ല. മാത്രമല്ല, ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അന്വേഷണങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. പിന്നെ ഈ എരിവും പുളിയൊക്കെ ചേർത്ത് നാട്ടുകാർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രകടനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അത്തരത്തിലുള്ള ഒരു ഏജൻസി അല്ല SFIO. അതുകൊണ്ട് തന്നെ ഈ എരിവും പുളിയൊന്നും അധികം കാണില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്, കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരുപക്ഷെ കേരളത്തിന്റെ ഒരു വിഭാഗം ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആരാധ്യനായ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ നടന്നിട്ടുള്ള അവിടെ ആണി മേടിച്ചിട്ടുണ്ടെ പോലെ അതിന് കമ്മീഷൻ മേടിച്ചിട്ടുണ്ട്. നിലവിൽ കണ്ടുവരുന്നത് ഇപ്പോ 2 കമ്പനികളുടെ പ്രത്യക്ഷത്തിൽ 2 കമ്പനികളുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, നിരവധി ഇടപാടുകൾ ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ 11:30 പത്രസമ്മേളനമുണ്ട്. ഞാനൊരു സാധാരണ പൗരനാണ്, ഒരു അഭിഭാഷകനാണ്. എന്നെ കൊണ്ട് കിട്ടാൻ കഴിയുന്ന മുഴുവൻ രേഖകളും. ഷോൺ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ അക്കൗണ്ടുകളുടെ വിവരമൊന്നും ഇതുവരെയും നമുക്കറിയില്ലായിരുന്നു. ഒരു പുതിയ വിവരം തന്നെയാണ് തീർച്ചയായും. ഇന്ത്യക്ക് പുറത്ത് ഒരു രാജ്യത്ത്, ഇപ്പൊ UAE-യിലാണോ അക്കൗണ്ട് ഉള്ളത്? ദുബായിലോ മറ്റോ ആണോ? അതെ, ദുബായിലാണ് അക്കൗണ്ട് ഉള്ളത്. ആ അക്കൗണ്ട് വഴിയാണ് ഇത്തരത്തിൽ ഈ വിവാദ കമ്പനികളിൽ നിന്ന് പണം സ്വീകരിക്കുന്നത്, അല്ലേ? അക്കൗണ്ടിലേക്കാണ് പണം സ്വീകരിച്ചിട്ടുള്ളത്. സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുകളുണ്ടോ? ഏകദേശം ഉറപ്പിക്കാമോ ഷോൺ ജോർജ്? അതിന്റെ രേഖകൾ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ? എനിക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപിൽ ഞാൻ ഒരു IA ഞാൻ സബ്മിറ്റ് ചെയ്യൂ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ല, എൻ്റെ ചോദ്യം ഇതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് SNC ലാവലിൻ പോലെയുള്ള ഒരു കമ്പനി തീർച്ചയായും എക്സാലോജിക്കിൽ പണം നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രധാന വാർത്തയാണ്. അതിനുള്ള രേഖകൾ കയ്യിലുണ്ട്, അല്ലേ? ഞാൻ പറയല്ലേ, ഇവര് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകളോ അവരുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? പാർട്ടി സെക്രട്ടറി വന്ന് അവരുടെ രാഷ്ട്രീയം പറഞ്ഞിട്ട് പോകുന്നതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇല്ല എന്നവർ നിഷേധിക്കട്ടെ. അപ്പൊ 11:30 ഈ വിവരങ്ങളെല്ലാം ഷോൺ ജോർജ് മാധ്യമങ്ങളോട് പറയും. ഏതൊക്കെ അക്കൗണ്ടുകളുണ്ട്, ഏതൊക്കെ അക്കൗണ്ടുകളിലേക്ക് PWC അടക്കം വന്നിട്ടുണ്ട്, ഏത് ബാങ്കാണ്, ഏത് അക്കൗണ്ടിലാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി. പണമിടപാടിന്റെ എന്തെങ്കിലും രേഖകൾ, ഞാൻ ആവർത്തിച്ചു ചോദിക്കുന്നത്, അതിനകത്തൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്, വലിയ വാർത്തയാണെന്നുള്ളതുകൊണ്ടാണ്. ഇതിൽ കൂടുതൽ പറയാൻ എനിക്ക് പരിമിതികളുണ്ട്. ഞാനത് ഒരുമിച്ച് പറയാം. ഓക്കെ, താങ്ക് യു ഷോൺ ജോർജ്, താങ്ക് യു.